കുറേ മുമ്പേ ആലോചിച്ചൊരു സബ്ജക്റ്റാണ്. ഒരു 2013 കാലഘട്ടത്തിലൊക്കെ ഞാനും എൻ്റെ സുഹൃത്ത് വിശ്വജിത്ത്, അത് ഈ സിനിമയുടെ ക്യാമറാമാനും പിന്നെ ഒരു സന്നിത്ത് എന്ന ഫ്രണ്ടും കൂടി ആലോചിച്ച് ചെന്നൈയിൽ ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു താമസം. ആ സമയത്ത് ആലോചിച്ചൊരു സബ്ജക്റ്റാണ്. അന്ന് അതിന് വേറൊരു പേരുണ്ടായിരുന്നു, എ ക്വെൻറ്റിസെൻഷ്യൽ മല്ലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് ആ സബ്ജക്റ്റൊക്കെ കുറച്ച് മാറി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് ഒരു ജാതി ജാതകം എന്നാണ് തോന്നി. ഇത് ഈ പേരിട്ടത് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ്, മേഘ്ന എന്ന് പറഞ്ഞിട്ട്. ഷീസ് എ ഡോക്ടർ. അപ്പം ആ പേര് എല്ലാവർക്കും സ്ട്രൈക്കായി. അതുവരെ ആർക്കും ഒരു കറക്റ്റ് ഒരു പേരിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല പല പേരുകൾ പലരും പറഞ്ഞു, ഞാൻ പറഞ്ഞു, പലരും പറഞ്ഞു, എൻ്റെ കോറൈറ്റർ സരേഷ് പറഞ്ഞു, ഡയറക്ടർ വേറെ പറഞ്ഞു. പക്ഷേ അവസാനം വൈഫിൻ്റെ ചേച്ചിയാണ് ഇത് ഒരു കറക്റ്റ് ഒരു ആപ്റ്റ് ടൈറ്റിൽ പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ഒരു ജാതി ജാതകമാണെന്ന് പറയും. അതായത് ഇവന് എവിടെയും രക്ഷപ്പെടില്ല, ഇവന് ഒരു രക്ഷയില്ല ഒരു പ്രയോഗമാണത്. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് ഒരുപാട് ജാതകങ്ങൾ ബേസ് ചെയ്തിട്ട് പിന്നെ മറ്റുള്ള ഒരുപാട് കണ്ടീഷൻസൊക്കെ ബേസ് ചെയ്ത് അത് മാത്രം വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ വിലയിരുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. അങ്ങനെ ആകുമ്പോഴാണ് എനിക്കൊരു നല്ല ഭാര്യയെ കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് നന്നായിട്ട് പോവുക എന്ന് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ബേസിക്കലി മനപ്പൊരുത്തമാണ് എല്ലാത്തിൻ്റെയും മേലെ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. നമ്മൾ ആലോചിക്കുന്ന കഥകൾ നമ്മളെ ചുറ്റും തന്നെയായിരിക്കും. ഒന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന്, ഒന്ന് ചുറ്റുമുള്ള സുഹൃത്തുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി 2-3 വ്യക്തികളുടെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ ഡയറക്ടറായ മാമൻ്റെ ചെറിയ ഒരു ജീവചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് വെച്ചാൽ മാമൻ ഒരു 122ഓളം പെണ്ണ് കണ്ടിട്ടാണ് അവസാനം നമുക്കൊരു മാമിയെ കിട്ടിയത്. അങ്ങനെ കുറച്ച് പെണ്ണ് കാണലുകൾ അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ 8 വർഷം എടുത്തിട്ടാണ് പെണ്ണ് കണ്ടത്. ഓൾമോസ്റ്റ് 8-9 ഇയേഴ്സ് എടുത്തു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു 100 കണ്ടീഷൻസാണ്. പെൺകുട്ടിയുടെ മുടി അങ്ങനെ വേണം, കണ്ണിങ്ങനെ ആയിരിക്കണം, കൂട്ടുപുരികം പാടില്ല, മൂക്കിങ്ങനെ ആയിരിക്കണം, പല്ലിങ്ങനെ ആയിരിക്കണം, എന്തിന് താടി ഇങ്ങനെ ആയിരിക്കണം, ജോലൈൻ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ്, ശാരീരികമായ കണ്ടീഷൻസ് മാത്രമല്ല. എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടാകാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ബാധ്യതയും കൂടി ഏറ്റെടുക്കേണ്ടി വരും. ഇങ്ങനെ ഇപ്പം നമ്മൾ വേറെ ആട് പറയുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള റീസൺസൊക്കെ വെച്ചിട്ടാണ് പലരും നമ്മുടെ നാട്ടിൽ പെണ്ണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാനും മാമനും കൂടിയിട്ട് ഒരു സബ്ജക്റ്റ് വിനീതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു. ഞങ്ങളത് ഫുൾ സ്ക്രിപ്റ്റാക്കി ഞങ്ങൾ വിനീതിനടുത്ത് പറഞ്ഞു. അപ്പോൾ വിനീതിന് ഫസ്റ്റ് ഹാഫ് ഭയങ്കര വർക്കായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു, നമുക്കിത് ഇരിക്കാം. സെക്കൻഡ് ഹാഫ് അപ്പോൾ വിനീത് ചില പോയിൻറ്റ്സ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വർക്കായില്ല, ആർക്കും അത് വർക്കായില്ല. വിനീതിന് മാത്രമല്ല, അപ്പം നമ്മളത് പറയുമ്പോഴാണല്ലോ ചില സമയത്ത് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്ന പോലെ. അപ്പോൾ അത് വർക്കാവാത്തപ്പോൾ ആ മൊമെൻറ്റിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു പഴയൊരു സബ്ജക്റ്റ് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ വിനീതിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വിനീതിനോട് ആ ഒരു ഐഡിയ മാത്രം പറഞ്ഞു. അത് വിനീതിന് ഭയങ്കര ഇഷ്ടമായി. വിനീത് പറഞ്ഞു, രാഷ്ട്രീയ നമുക്കിത് നോക്കാം, നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഡെവലപ്പ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ അന്ന് മനു മഞ്ജിത്ത് ഉണ്ടായിരുന്നു. ലിറിസിസ്റ്റ് മനു മഞ്ജിത്ത് ഉണ്ടായിരുന്നു. മനു കുറച്ച് കാലം ഉണ്ടായിരുന്നില്ല. മനുവിന് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയി മനു പോയി. പിന്നെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സരേഷ് മലയങ്കണ്ടി, ഇതിൻ്റെ കോറൈറ്ററാണ്, മൂപ്പറും വന്നു. അങ്ങനെ പെട്ടെന്നത് കിക്ക് ചെയ്തു, അത് മുന്നോട്ട് പോയി. അങ്ങനെ അതൊരു 1 ലൈനായി. വിനീതിനെ കണ്ടു, വിനീതിന് ഇഷ്ടമായി. വിനീത് കുറച്ച് സജഷൻസ് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എല്ലാം ടീം വർക്ക്, ഡയറക്ടർ, അങ്ങനെ എല്ലാവരും കൂടെ ടീം വർക്കിൽ അത് മുന്നോട്ട് പോയത്. അപ്പോൾ അതൊരു എന്താ പറയുക, സ്റ്റാർട്ട് ടു എൻ്റെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് മാറുക ചെയ്തത്. സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ, പിന്നെ അതൊരു സ്വാഭാവികമായിട്ട് അത് അത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സ് ഇപ്പം സ്വാഭാവികമായിട്ട് വന്ന കുറേ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ ആ പേര് പറയുന്നില്ല, നമ്മൾ ചിലരുണ്ട് ഒരു നായകനും 8 നായികമാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലരും അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ അങ്ങനെ പറയുന്നത് ആ രീതിയിലല്ല. അങ്ങനെ ഇന്നത് വെക്കണം, ഇത്ര നായികമാർ വേണം, അങ്ങനെ വന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ആ കഥയുടെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കഥയുടെ ഭാഗമായിട്ട് വന്നതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് വന്നതല്ല. ഈ വിനീത് അഭിനയിക്കുന്ന ജയേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ
സെക്സിസ്റ്റാണ്, ഷോവനിസ്റ്റാണ്, ഈ LGBT കമ്മ്യൂണിറ്റീനോട് യാതൊരു രീതിയിലുള്ള റെസ്പെക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കേരളത്തിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കാണുന്ന ഒരു നോർമൽ വ്യക്തിയാണ്. ആ വ്യക്തിയെ ട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ തള്ളച്ചി എന്ന് വിളിക്കുന്ന ഒരാളെ നമ്മൾ എന്തായാലും ട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ അവനത് പറഞ്ഞാലേ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ മോശമാണെന്ന് കാണിച്ചാലല്ലേ നമ്മളതിലൊരു ബെറ്റർമെൻറ്റിനൊരു സാധ്യതയുണ്ട്, ഇവൻ ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ, ഇവൻ ഇമ്പ്രൂവ് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അല്ലാതെ പിന്നെ കസിനെ ട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല. അല്ല, അതിനെനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിൽ ആ കുഞ്ഞികൃഷ്ണ മാഷ് പറയുന്നതാണ് നീ ഉദ്ദേശിച്ചെങ്കിൽ അത് ഞാൻ കുറച്ച് മനഃപൂർവ്വം ചെയ്തതാണ്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പിന്നെ ഊരിത്താണ് ഷോൾഡറും പാക്ക് എന്താ പറയുക അതൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തതാണ്, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെ, അത് പിന്നെ ഒരു രസം വേണ്ടേ, നമുക്കൊരു രസം വേണ്ടേ, അതാണ് ചോദിച്ചതെങ്കിൽ. അല്ല, പക്ഷേ അത് സത്യം പറഞ്ഞാൽ ക്യാരക്ടറിൻ്റെ അത് ആ സീൻ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീനാണ്. ഈ വ്യക്തി ഒരുപാട് പെൺകുട്ടികളെ വിലയിരുത്തുന്നത് ശാരീരികമായ അളവുകോലുകൾ വെച്ചിട്ടാണ്. വെളുത്തിട്ടുണ്ട്, ഇന്നതാണ്, അതുകൊണ്ട് നല്ല കുട്ടിയാണ്. അത് വളരെ സില്ലി ആയിട്ടുള്ള, വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു തോട്ടാണല്ലോ. അപ്പോൾ അതേ അളവിൽ ഇവനും ബോഡി ഷെയിം ചെയ്യപ്പെടുകയാണ് സ്വന്തം അച്ഛനിൽ നിന്ന്. അപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഇതെന്ത് ഇമ്പാക്റ്റാണ് ഓരോ വ്യക്തികളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സീനാണ്. അപ്പോൾ പിന്നെ ഒരു തമാശയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ ഇതിൽ ഒരു സംഗതിയും പിന്നെ എന്താ പറയുക, ഇതിൽ നിങ്ങളെ കാണിക്കാത്ത, ട്രെയിലറിൽ ഇല്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. അപ്പം അവൻ ഭയങ്കര എന്താ പറയുക റിസപ്റ്റീവായിരുന്നു. അത് ചെയ്യാം, അത് നമുക്ക് പിന്നെ നോക്കാം. അവൻ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഭയങ്കര റിസപ്റ്റീവായിരുന്നു. അതായത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. നമ്മളെ ഡയറക്ടർ നമ്മളെ മാമൻ തന്നെയാണ്. അപ്പോൾ മാമൻ വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ നേരെ പാട്ടിത്തേക്ക് പോകും. പാട്ടിത്തേക്ക് പോയി ഞങ്ങളെല്ലാം പാട്ടിത്തേക്ക് പോയി അവിടുന്ന് മാമനൊരു പിന്നെ എന്താ പറയുക കുറേ ഗ്യാങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പല പല ഫുഡുകളുണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞ് മാമൻ കൊണ്ടുവരും. എന്നിട്ട് വിനീത്, നമ്മളെ ക്യാമറാമാൻ വിശ്വൻ, ഇവർക്കെല്ലാം സപ്ലൈ ചെയ്യലാണ് മാമൻ്റെ മെയിൻ. അതായത് ഷൂട്ട് കഴിഞ്ഞാലുള്ള ഒരു വൈകുന്നേരത്തെ മെയിൻ പണി. ആരെങ്കിലും പറയും ഇന്നേ സ്ഥലത്ത് പിന്നെ ബ്ലാത്തൂരിൽ ഇന്ന് ഇതുണ്ട്, പന്നി കിട്ടും, നല്ല കിട്ടും, നൈസായിട്ട് മുങ്ങും നമ്മളെല്ലാവരും. മുങ്ങി അതെല്ലാം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മാമൻ ടെൻഷനായിട്ട് ഇതുണ്ടാവും, ഇത് എവിടെ പോയി ഇതല്ലേ. ഫുഡ് കഥകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊന്നും തീരൂല. അതായത് ഞാൻ ഏതോ ഒരു കാട്ടിൽ കുറേ വർഷങ്ങൾ മുമ്പാണ്, ഏതോ ഒരു കാട്ടിൽ ഞാനൊരു ഫ്രണ്ടും കൂടി ട്രിപ്പിന് പോയതാണ്. കാട് എന്ന് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇടുക്കിയിൽ എവിടെയോ ആണ്. ഇത് മലമുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ഞാൻ കൈ കഴുകാൻ പോയപ്പോൾ അവിടെ വന്ന കുറച്ച് ആളുകളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കൈ കഴുകി ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ അവിടെ നിൽക്കുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ച പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഉലകത്തിൽ അന്റാർട്ടിക്കയിൽ റെസ്റ്റോറൻറ്റ് ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ അന്റാർട്ടിക്ക വിട്ടേക്ക് നിങ്ങൾ, US-ൻ്റെ അങ്ങേ എൻഡ് മുതൽ വടക്കൻ കൊറിയയിൽ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ബാക്കി ഇങ്ങനെ ഓസ്ട്രേലിയൻ്റെ എൻഡ് വരെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഇയാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ ഫുഡിയാണ്. അതായത് ഇപ്പം അവനിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഓരോ ടേസ്റ്റ് അവൻ കഴിക്കുന്നതാണ് ഭയങ്കര രസമാണ്. അവനിങ്ങനെ ഓരോന്ന് അടുക്കി പെറുക്കി വെച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് കൊതിയാവും. അപ്പോൾ ഫുഡിൽ ആ ഒരു എൻജോയ്മെൻറ്റും അതിൽ എന്താ പറയുക സന്തോഷവും, ഒരുപാട് സന്തോഷം തേടുന്ന വ്യക്തിയാണ്. അപ്പോൾ എവിടെയുണ്ടെങ്കിലും അതിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്കൊക്കെ പോവും. പിന്നെ ഫുഡ് ഷെയർ ചെയ്യില്ല കേട്ടോ. ഇപ്പം നിങ്ങളും മൂപ്പറും കൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പറ പ്ലേറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് തരും, പക്ഷേ ഫുഡ് ഷെയർ ചെയ്യില്ല. അത് എടുക്കില്ല. അതിൽ ആൾ പക്ക ഡീസൻ്റാണ് ആ കാര്യത്തിൽ. പക്ഷേ മൂപ്പറ ഫുഡ് ഷെയർ ചെയ്യില്ല. ആ സ്വന്തം ഭാര്യയ്ക്ക് പോലും കൊടുക്കില്ല. വേണമെങ്കിൽ അവൻ ഓർഡർ ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. ചില സമയത്ത് ഫുഡ് ട്രിപ്പൊക്കെ അടിക്കും നമ്മൾ. ഞാൻ വിനീതൊക്കെ ചില സമയത്ത്, ഞാൻ ചെന്നൈയിലായിരുന്നു കുറേ കാലം. അപ്പോൾ നമ്മൾ ചെന്നൈയിലെ ടോപ്പ് 10 ബിരിയാണി,
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയെടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഓരോ ദിവസവും ഓരോ ബിരിയാണി കവർ ചെയ്യും. സുക്കുബായി അങ്ങനെ കുറേ ബിരിയാണികൾ കവർ ചെയ്യും. അങ്ങനെ തേടിപ്പോവും. ബസന്ത് നഗറിലാണ് വിനീത് താമസിക്കുന്നത്, ഞാൻ തിരുവാൻമിയൂറാണ്. അപ്പോൾ നമ്മൾ അണ്ണാനഗർ റെസ്റ്റോറൻറ്റിൽ കബ്സ പിന്നെ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവനവിടെ വിളിച്ച് ബുക്ക് ചെയ്തു. ഞങ്ങൾ 2 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ ഇവർ കബ്സ തീർന്നു പോയി. ഇപ്പോൾ വിനീതിന് ഫുഡ് മര്യാദ സമയത്ത് വിനീത് അങ്ങനെ ചൂടാവുന്നില്ല, വളരെ റെയറാണ്. അന്ന് കബ്സ കിട്ടാൻ ഉള്ള വിനീതിൻ്റെ പ്രകടനമുണ്ട്. ഞങ്ങൾ അങ്ങനെ വന്നിട്ട് അങ്ങനെ അവർ പേടിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾ 1/2 മണിക്കൂറുണ്ട് ഉണ്ടാക്കി തരാം, ചെമ്പൊക്കെ റെഡിയാക്കി എങ്ങനെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് കബ്സ മുമ്പിലെത്തിയത്. അപ്പോൾ പിന്നെ മൂപ്പർ ഒരു കിഡ്നി ചോദിച്ചാൽ പോലും മൂപ്പർക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് വരുന്നതിലൊന്ന് ഓർത്തെടുക്കാമായിരുന്നു, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. ചെറുപ്പകാലവും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു. അത് എപ്പോഴും ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഇവർ തമ്മിൽ നമ്മൾ തമ്മിൽ എല്ലാവരും ഉണ്ട്. അത് ധ്യാനാണ് ഏറ്റവും മിടുക്കൻ. ധ്യാന് ആക്ച്വലി ചെറുപ്പത്തിലെ ഈ ഹ്യൂമർ സൈഡിൽ ഉള്ള ആളാണ്. അപ്പം അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഫുൾ എഫേർട്ടൊക്കെ ഇടേണ്ടി വരും, എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തമാശകളുടെ കൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ചെറുപ്പത്തിൽ ധ്യാനം ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പോൾ ഞാനും വിനീതും ഇരിക്കുന്ന ചർച്ചകളിൽ നമ്മൾ ഇവനെ പങ്കെടുപ്പിക്കില്ല. കാരണം വെച്ചാൽ ഇവനെ പങ്കെടുപ്പിച്ചാൽ തീർന്ന്, അപ്പം ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റൂമിൽ മാറിയിരുന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവനെ കൂടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മളെ ട്രോളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുകൊണ്ട് നമ്മൾ മാറിയിരിക്കും. ഇല്ലില്ല, ആക്ച്വലി ധ്യാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ധ്യാനം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ധ്യാനമായിട്ട് സത്യം പറഞ്ഞാൽ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തില്ല. ചോദിക്കും എപ്പോഴും, പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ, എന്തായി, പിന്നെ എങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളൊരു ഒരു 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 ഫുൾ ഓൺ ചർച്ച നടത്താൻ പറ്റിയിട്ടില്ല ആക്ച്വലി. ഒരു ജാതകത്തിൽ പിന്നെ സസ്പെൻസ് ഒന്നുമില്ല, പക്ഷേ ഒരു ജാതകത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്. അതായത് അതൊരു ബിഗിനിങ് ആണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു എൻഡല്ല, അതൊരു ബിഗിനിങ് ആണ്. അപ്പോൾ ആ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ അതൊരു എൻഡ് എന്ന് പറയുന്ന ഒരു തുടക്കമാണ്, എന്തിൻ്റെയൊക്കെയോ തുടക്കമാണ്. ചില റിലേഷൻഷിപ്പുകളുടെ അല്ലെ ചില ബന്ധങ്ങളുടെ തുടക്കമാണ്. മൃദുലിന് വേണ്ടി ഞാൻ എഴുതുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അതൊക്കെ ആക്ച്വലി നേരത്തെ ആയതാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ ആയതാണ്. അതിനെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ വർഷം തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൃദുലിന് വേണ്ടി എഴുതുന്നതും ഈ വർഷം ഉണ്ടാവും. അപ്പോൾ ഈ 2 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ഒരു ഇതിൽ നിൽക്കുന്നത്. പിന്നെ വേറൊരു വർത്തമാനം പറയാനുള്ളത്, ഞാനും ധ്യാനം കൂടി ഒരു നമ്മൾ തിര 2 നമ്മൾ ചെയ്യാൻ. അപ്പോൾ വിനീതിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങൾ വിനീതും ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ഞാനും കൂടിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അത് ഈ വർഷം ഉണ്ടാവില്ല, അടുത്ത വർഷം നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ഒരു വൻ കാസ്റ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ സിനിമ നാളെ ഇറങ്ങും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കുക, ഏത് രീതിയിലും വിമർശിക്കാം. ആ രീതിയിലാണ്. കാരണം അത് നമ്മളിപ്പം ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം നമ്മളൊരു സിനിമ കണ്ട്, നമ്മൾ പൈസ കൊടുത്ത് സിനിമ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്തും പറയാനുള്ള അവകാശം അവിടെയുണ്ട്. സോ അതേപോലെ തന്നെയാണ് നമ്മളൊരു സിനിമ എടുക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ആളുകളുടെ അടുത്ത് എത്തിക്കുക, ആളുകളോട് സംസാരിക്കുക, നല്ലതിനെക്കുറിച്ച് പറയുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതേപോലെ ആളുകളോട് പറയുക. വിനീത് കുറച്ചും കൂടി ഒരു ഐസൊലേറ്റഡ് ആയിട്ടാണ് എഴുതുന്നത്. ധ്യാൻ്റെ കംപ്ലീറ്റ്ലി ഒരു റീവാമ്പാണ് അതിൽ നടക്കുക. ജോമോൻ, ഷാൻ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷെ എന്തായാലും ശോഭന മാം ഇല്ലാത്തൊരു തിര നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റിലുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ ആയിരിക്കും അത്. നിങ്ങൾ ചോദിച്ച ആ ലെവലിലുള്ള ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ ബേസിൽ പറഞ്ഞു ചേട്ടാ ഈ ടോഫി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അതിൽ ഈ ബിജുകുട്ടൻ ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ജേഴ്സി വാങ്ങാൻ പോയിട്ട് ഈ ഡാൻസേഴ്സിൻ്റെ സംഗതി എടുത്തിട്ട് വരും. ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം വായിക്കുക, മാക്സിമം സിനിമ കാണുക. സത്യം പറഞ്ഞാൽ അവൻ്റെ കറക്റ്റ് സിനിമകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ.